ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ട്രാൻസ്പോർട്ട് നമ്പർ അല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറൻസ് നമ്പർ, അപ്പം അത് കണ്ടുപിടിക്കുന്ന രണ്ട് മെത്തേഡായ ഹിറ്റോക്സ് മെത്തേഡും മൂവിങ് ബൗണ്ടറി മെത്തേഡുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ട്രാൻസ്പോർട്ട് നമ്പറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് അയോണിക് മൊബിലിറ്റി എന്ന് നോക്കാം. അയോണിക് മൊബിലിറ്റി, അയോണിക് മൊബിലിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ യു ആണ്. അയോണിക് മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിലെ അയോൺസ്, അതായത് ആനയോൺസും കാറ്റയോൺസും അതിന്റെ ഇലക്ട്രോഡ്സിലേക്ക്, അതായത് ആനയോൺസ് ആനോഡിലേക്കും കാറ്റയോൺസ് കാഥോഡിലേക്കും മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ ആ മൈഗ്രേഷന്റെ ആ സ്പീഡിനെ പറയുന്ന പേരാണ് നമ്മൾ അയോണിക് മൊബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അയോണിക് മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the distance traveled by an ion, distance traveled by an ion per second under a potential gradient of 1 volt per meter. അതായത് 1 വോൾട്ട് പെർ മീറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൽ ഒരു അയോൺ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ അയോണിക് മൊബിലിറ്റി എന്ന് പറയുന്നത്. അത് കാറ്റയോൺസിന്റെ മൊബിലിറ്റിയെ നമ്മൾ യു പ്ലസ് എന്ന് റെപ്രസെന്റ് ചെയ്യും, അതേസമയം ആനിയോൺസിന്റെ മൊബിലിറ്റിയെ യു മൈനസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അയോണിക് മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ അയോൺ പെർ സെക്കൻഡ് അണ്ടർ എ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഓഫ് 1 വോൾട്ട് പെർ മീറ്റർ. അപ്പൊ കാറ്റയോൺസിന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് യു പ്ലസ് എന്ന് റെപ്രസെന്റ് ചെയ്യും, ആനയോൺസിന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് യു മൈനസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. എന്താണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് നോക്കാം. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, ഇപ്പൊ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ആ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ഇതാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ അയോണിക് മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ അയോൺ പെർ സെക്കൻഡ് അണ്ടർ എ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഓഫ് 1 വോൾട്ട് പെർ മീറ്റർ. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് അറ്റ് ദ ഇലക്ട്രോഡ്സ് ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. അപ്പൊ ഇനി നമുക്ക് ട്രാൻസ്പോർട്ട് നമ്പറിലേക്ക് പോകാം. ഇപ്പൊ ട്രാൻസ്പോർട്ട് നമ്പറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസിലേക്ക് നോക്കാം. ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് ഫസ്റ്റ് ലോ ഇലക്ട്രോളിസിസ് പറയുന്നത് ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ദ നമ്പർ ഓഫ് അയോൺസ് ഡിസ്ചാർജ്ഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് is proportional to the quantity of electricity passing through the electrolyte solution. അതായത് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത് ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് ആനോഡിലും കാഥോഡിലും അയോൺസ് ഡിസ്ചാർജ് ചെയ്യും. ആ ഡിസ്ചാർജ് ചെയ്യുന്ന അയോൺസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആ സൊല്യൂഷനിൽ കൂടി കടന്നു പോകുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. That is, the number of ions discharged at an electrode is proportional to the quantity of electricity passing through the electrolyte solution. അപ്പോൾ ആ സൊല്യൂഷനിൽ കൂടി കടന്നു പോകുന്ന മൊത്തം കറണ്ട് എന്ന് പറയുന്നത് that is total quantity of electricity passes through the solution. എന്ന് പറയുന്നത് ആ സൊല്യൂഷനിലുള്ള അയോൺസിന്റെ മൊബിലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് sum of the mobilities of the ions
mobilities of the ions. അപ്പം അയോൺസ്, അതായത് ഇലക്ട്രോഡ്സിൽ ഡിസ്ചാർജ് ചെയ്യുന്ന അയോൺസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആ സൊല്യൂഷനിൽ കൂടി കടന്നു പോകുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ ടോട്ടൽ ക്വാണ്ടിറ്റി, ആ സൊല്യൂഷനിൽ കൂടി കടന്നു പോകുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ആ സൊല്യൂഷനിലുള്ള അയോൺസിന്റെ മൊബിലിറ്റിക്ക്, അതായത് കാറ്റയോൺസിന്റെയും ആനയോൺസിന്റെയും കൂടെ മൊബിലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോഴ് ഒരു അയോൺ ക്യാരി ചെയ്യുന്ന, അതായത് ഒന്നുകിൽ കാറ്റയോൺ അല്ലെങ്കിൽ ആനയോൺ ക്യാരി ചെയ്യുന്ന അയോണിന്റെ ക്വാണ്ടിറ്റി, കറണ്ടിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അതായത് ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് carried by a particular ion, ഒരു പർട്ടിക്കുലർ അയോൺ ക്യാരി ചെയ്യുന്ന കറണ്ടിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആ അയോണിന്റെ മൊബിലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് മൊബിലിറ്റി ഓഫ് പ്രൊപ്പോർഷണൽ ടു ദ മൊബിലിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അയോൺ, മൊബിലിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അയോൺ. അപ്പൊ ആ സൊല്യൂഷൻ കൂടി കടന്നു പോകുന്ന മൊത്തം കറണ്ടിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദ സം ഓഫ് ദ മൊബിലിറ്റീസ് ഓഫ് ദ അയോൺസ്, അതായത് ആനിയോൺസിന്റെയും കാറ്റയോൺസിന്റെയും കൂടെ മൊബിലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിൽ ഒരു അയോൺ, ഒന്നുകിൽ കാറ്റയോൺ ക്യാരി ചെയ്യുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് എന്ന് പറയുന്നത് കാറ്റയോണിന്റെ മൊബിലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആനിയോൺ ക്യാരി ചെയ്യുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ആനിയോണിന്റെ മൊബിലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ അവിടെ കറണ്ട് ക്യാരി ചെയ്യുന്നത് അയോൺസ് ആണ്. അപ്പൊ ഓരോ അയോൺസും ക്യാരി ചെയ്യുന്ന കറണ്ടിന്റെ എമൗണ്ടിനെ പറയുന്ന പേരാണ് ട്രാൻസ്പോർട്ട് നമ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ കറണ്ട് കാരിഡ് ബൈ ഈച്ച് അയോൺ ഈസ് കോൾഡ് ട്രാൻസ്പോർട്ട് നമ്പർ. അതായത് ഓരോ അയോണും ക്യാരി ചെയ്യുന്ന കറണ്ട്, മൊത്തം കറണ്ടില് ഓരോ അയോണും ക്യാരി ചെയ്യുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ട്രാൻസ്പോർട്ട് നമ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ട്രാൻസ്പോർട്ട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ കറണ്ട് ക്യാരിഡ് ബൈ ഈച്ച് അയോൺ. അതായത് ഓരോ അയോണും ക്യാരി ചെയ്യുന്ന ടോട്ടൽ കറണ്ട് ആണ്. ടോട്ടൽ കറണ്ടിൽ ഓരോ അയോണും ക്യാരി ചെയ്യുന്ന കറണ്ട് ആണ് ട്രാൻസ്പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. അപ്പോഴ് കാറ്റയോൺസിന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് യു പ്ലസ് ആണ്. ഇഫ് യു പ്ലസ് ഈസ് ദ മൊബിലിറ്റി ഓഫ് ദ കാറ്റയോൺ ആൻഡ് യു മൈനസ് ഈസ് ദ മൊബിലിറ്റി ഓഫ് ദ ആനിയോൺ, ദെൻ അവിടുത്തെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് യു പ്ലസിന്റെയും യു മൈനസിന്റെയും കൂടെ സം ആയിരിക്കും. അപ്പൊ അതിന്റെ ട്രാൻസ്പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അയോണിന്റെ മൊബിലിറ്റിയെ ടോട്ടൽ അയോണിന്റെ മൊബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് കാറ്റയോൺസ് is equal to കറണ്ട് ക്യാരിഡ് ബൈ ദ കാറ്റയോൺ. കറണ്ട് ക്യാരിഡ് ബൈ ദ കാറ്റയോൺ എന്ന് പറയുന്നത് ആ ഏത് കാറ്റയോൺ ആണോ അതിന്റെ മൊബിലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ കറണ്ട് ക്യാരിഡ് ബൈ ദ കാറ്റയോൺ എന്ന് പറയുന്നത് യു പ്ലസ് ആയിരിക്കും. ദാറ്റ് ഈസ് യു പ്ലസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ട്. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് കാറ്റയോണിന്റെയും ആനിയോണിന്റെയും കൂടെ മൊബിലിറ്റിയുടെ സം ആണ്. ദാറ്റ് ഈസ് യു പ്ലസ് പ്ലസ് യു മൈനസ് ആയിരിക്കും. അപ്പൊ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കാറ്റയോൺസിന്റെ ട്രാൻസ്പോർട്ട് നമ്പറിനെ ടി പ്ലസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ടി പ്ലസ് ഇസ് ഈക്വൽ ടു ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് കാറ്റയോൺ ടി പ്ലസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഡിവൈഡഡ് ബൈ യു പ്ലസ് പ്ലസ് യു മൈനസ് ആയിരിക്കും. അതുപോലെ തന്നെ ആനിയോണിന്റെ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് ആനിയോൺസിനെ നമ്മൾ ടി മൈനസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആനിയോണിന്റെ മൊബിലിറ്റി, ദാറ്റ് ഈസ് യു മൈനസ്, ആനിയോണിന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് യു മൈനസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ട്, ദാറ്റ് ഈസ് യു പ്ലസ് പ്ലസ് യു മൈനസ് ആയിരിക്കും. അപ്പൊ ടി പ്ലസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ടി മൈനസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് ആനിയോൺസ്. ഇത് രണ്ടും ഫ്രാക്ഷൻസ് ആണ്, അതായത് ഒരേ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ മുകളിലുള്ള ക്വാണ്ടിറ്റിയുടെ സം ആണ് ഡിനോമിനേറ്ററിലുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് വാല്യൂസും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 1 കിട്ടും. ദാറ്റ് ഈസ് ടി പ്ലസ് പ്ലസ് ടി മൈനസ് ഇസ് ഈക്വൽ ടു 1. അതായത് കാറ്റയോൺസിന്റെയും ആനിയോൺസിന്റെയും ട്രാൻസ്പോർട്ട് നമ്പറിന്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് സം ഓഫ് ദ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ഈസ് ഓൾവേസ് 1. അപ്പൊ ഇതാണ് ട്രാൻസ്പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കുന്ന രണ്ട് മെത്തേഡായ ഹിറ്റോഫ്സ് മെത്തേഡും മൂവിംഗ് ബൗണ്ടറി മെത്തേഡും നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഹിറ്റോഫ്സ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഹിറ്റോഫ്സ് മെത്തേഡില് അതിന്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ട് ഗ്ലാസ് ട്യൂബ്, വെർട്ടിക്കൽ ഗ്ലാസ് ട്യൂബ് ആണുള്ളത്.
ആ രണ്ട് ഗ്ലാസ് ട്യൂബുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻവേർട്ടഡ് യു ട്യൂബ് ഉണ്ട്. ആ യു ട്യൂബ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഈ രണ്ട് ഗ്ലാസ് ട്യൂബിലെയും ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനുകൾ തമ്മിൽ പരസ്പരം മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊരു സോൾട്ട് ബ്രിഡ്ജ് പോലെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഈ ഹിറ്റോക്സ് അപ്പാരറ്റസിനെ ഒരു കൂളോമീറ്ററുമായിട്ട് സീരീസിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹിറ്റോക്സ് അപ്പാരറ്റസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ത്രൂ എ കൂളോമീറ്റർ. ഈ രണ്ട് കൂളോമീറ്ററിലും ഹിറ്റോക്സ് അപ്പാരറ്റസിലും നമ്മൾ ഒരേ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനാണ് ഫിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് Ag+ന്റെയും NO3- ട്രാൻസ്പോർട്ട് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ രണ്ട് അപ്പാരറ്റസിലും കൂളോമീറ്ററിലും അതേപോലെ തന്നെ ഹിറ്റോക്സ് അപ്പാരറ്റസിലും നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ നമ്മൾ ഫിൽ ചെയ്യണം. അപ്പൊ ഈ സൊല്യൂഷനകത്തൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അതിനകത്തുള്ള ആനയോൺസ് ആനോഡിലേക്കും കാറ്റയോൺസ് കാഥോഡിലേക്കും മൈഗ്രേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പൊ ആനോഡിലുള്ള സൊല്യൂഷന്റെ കോൺസെൻട്രേഷന്റെ ഡിക്രീസ് എന്ന് പറയുന്നത് അതിന് ആനോഡിൽ നിന്നും ദൂരേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന അയോൺസിന്റെ മൊബിലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് fall in concentration around anode, fall in concentration around anode. ആനോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അയോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. അപ്പൊ അവിടെ നിന്ന് ദൂരേക്ക് മൂവ് എവേ ഫ്രം ദ ആനോഡ്, അതായത് ദൂരേക്ക് മൂവ് ചെയ്യുന്ന അയോൺസ് എന്ന് പറയുന്നത് കാറ്റയോൺസ് ആണ്. അപ്പം ആനയോൺസ് ആനോഡിലേക്ക് അട്രാക്ട് ചെയ്യുകയും കാറ്റയോൺസ് അതിന്റെ കാഥോഡിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഓപ്പോസിറ്റ് ഇലക്ട്രോഡിലേക്ക് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ fall in concentration around ആനോഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദ മൊബിലിറ്റി ഓഫ് കാറ്റയോൺ, മൊബിലിറ്റി ഓഫ് കാറ്റയോൺ ആണ്. ദാറ്റ് ഈസ് U+. ഇനി fall in concentration around കാഥോഡ്, കാഥോഡിന്റെ സൈഡിലുള്ള fall in concentration എന്ന് പറയുന്നത് fall in concentration around cathode is proportional to the mobility of the anion. അവിടെ നിന്ന് കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അയോൺസ് എന്ന് പറയുന്നത് കാറ്റയോൺസ് ആണ്. അവിടെ നിന്ന് ദൂരേക്ക് പോകുന്ന അയോൺസ് എന്ന് പറയുന്നത് ആനയോൺസ് ആണ്. That is proportional to the mobility of anion, mobility of anion U- ആണ്. അപ്പൊ ആനോഡിലും കാഥോഡിലും കൂടി ഡിക്രീസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ, അതായത് fall in concentration around anode and cathode, that is fall in concentration around anode and cathode. ആനോഡിലും കാഥോഡിലും കൂടി ഡിക്രീസ് ചെയ്യുന്ന കോൺസെൻട്രേഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത് കാറ്റയോൺസിന്റെ മൈഗ്രേഷന്റെയും ആനോണിന്റെ മൊബിലിറ്റിയുടെയും കൂടെ സം ആയിരിക്കും. മൊബിലിറ്റി ഓഫ് ദ കാറ്റയോൺ പ്ലസ് മൊബിലിറ്റി ഓഫ് ദി ആനിയോൺ ആയിരിക്കും. ദാറ്റ് ഈസ് U+ പ്ലസ് U- ആയിരിക്കും. അപ്പൊ ട്രാൻസ്പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് നമ്പർ that is T+ is equal to mobility of the cation divided by sum of the mobilities of the cation and anion ആയിരിക്കും. That is mobility of the cation എന്ന് പറയുന്നത് U+ ആണ്, divided by sum of the mobilities of cation and anion എന്ന് പറയുന്നത് U+ plus U- ആയിരിക്കും. അപ്പൊ U+ എന്ന് പറയുന്നത് fall in concentration around ആനോഡ് ആണ്. അപ്പൊ ഇത്രയും ഇലക്ട്രിസിറ്റി ഇതിലെ കൂടെ കടന്നു പോകുമ്പോൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ് കൂളോമീറ്ററിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ കൂളോമീറ്ററിലുള്ള സൊല്യൂഷനും ഇലക്ട്രോളിസിസ് നടക്കും. അതിന്റെ ഫലമായിട്ട് കൂളോമീറ്ററിലും അതിന്റെ അയോൺസുകൾ പരസ്പരം ഡിസ്ചാർജ് ചെയ്ത് അതിന്റെ ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോഴ് ഈ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കൂളോമീറ്ററിലൂടെ പാസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിനകത്ത് അതിന്റെ ഇലക്ട്രോഡ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആ സൊല്യൂഷനിൽ കൂടി കടന്നു പോകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ അയോൺസിന്റെ മൊബിലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ട്രാൻസ്പോർട്ട് നമ്പർ എന്ന് പറയുന്നത് fall in concentration around anode divided by amount deposited on a voltmeter. വോൾട്ടാമീറ്റർ അല്ലെങ്കിൽ കൂളോമീറ്റർ, അതാണ് ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്നത്. ഇപ്പൊ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്നത് fall in concentration around anode
divided by amount deposited on a voltmeter അല്ലെങ്കിൽ or coulometer. അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കുന്നത്. അതായത് അതേ സമയത്ത് തന്നെ നമ്മൾ എമൗണ്ട് എത്രത്തോളം എമൗണ്ട് ആണ് കൂളോമീറ്ററിലെ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്തെന്നുള്ളത് ഇലക്ട്രോളിസിസിന് മുമ്പും ഇലക്ട്രോളിസിസിന് ശേഷവുമുള്ള കാഥോഡിന്റെ വെയിറ്റ് എടുത്ത് നോക്കും. അപ്പൊ ഇലക്ട്രോളിസിസിന് മുമ്പ് കാഥോഡിന്റെ വെയിറ്റും ഇലക്ട്രോളിസിസിന് ശേഷം കാഥോഡിന്റെ വെയിറ്റ് കൂടുതലായിരിക്കും. ആ വെയിറ്റ് ഡിഫറൻസ് ആയിരിക്കും എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ദ വോൾട്ട്മീറ്റർ. അപ്പൊ ഫോളൻ കോൺസെൻട്രേഷൻ ഓഫ് കാഥോഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കാറ്റോൺസിന്റെ മൈഗ്രേഷൻ ആണ് നോക്കുന്നത്. ട്രാൻസ്പോർട്ട് നമ്പർ ടി പ്ലസ് എന്ന് പറയുന്നത് മൈഗ്രേഷൻ ഓഫ് ദ അയോണിക് മൊബിലിറ്റി ഓഫ് ദി കാറ്റോൺ ആണ്. അപ്പൊ അയോണിക് മൊബിലിറ്റി ഓഫ് കാറ്റോൺ എന്ന് പറയുന്നത് ആനോഡിന്റെ സൈഡിലുള്ള കാറ്റോണിന്റെ കോൺസെൻട്രേഷന്റെ ഡിക്രീസ് ആയിരിക്കും. ദാറ്റ് ഈസ് fall in concentration around ആനോഡ് ആയിരിക്കും, ഡിവൈഡഡ് ബൈ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഓൺ എ വോൾട്ട്മീറ്റർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഹിറ്റോസ് മെത്തേഡിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ്സിന്റെ നേച്ചർ അനുസരിച്ച് അത് നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കുന്ന കാൽക്കുലേഷനിലും വ്യത്യാസം വരും. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കുന്നതെന്നാണ്. അതായത് എങ്ങനെ fall in concentration around ആനോഡ് കണ്ടുപിടിക്കും, എങ്ങനെ കൂളോമീറ്ററിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമ്മൾ അറിയാമെങ്കിൽ നമുക്ക് എങ്ങനെ ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. അത് ഇവിടെ പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കാൽക്കുലേഷൻ രീതിയാണ്. അതേസമയം തന്നെ സിൽവർ ഇലക്ട്രോഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കാൽക്കുലേഷൻ ആണ്. അപ്പൊ ഈ രണ്ട് കാൽക്കുലേഷനുമാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഹിറ്റോസ് മെത്തേഡിന്റെ എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ ആണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഹിറ്റോസ് അപ്പാരറ്റസിലും അതുമായിട്ട് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്ന കൂളോമീറ്ററിലും സിൽവർ നൈട്രേറ്റ് സൊല്യൂഷന്റെ സെയിം കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻ ഫില്ല് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം അതിനകത്തൂടെ ഏകദേശം 0.01 to 0.02 ആംപിയർ കറണ്ട് 2 to 3 hours കടത്തിവിടുക. ഏകദേശം 3 മണിക്കൂറിന് ശേഷം കറണ്ട് സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം ആനോഡ് കമ്പാർട്ട്മെന്റിൽ നിന്നും ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ പുറത്തെടുത്തതിനു ശേഷം ആ സൊല്യൂഷനിലുള്ള സിൽവർ അയോൺസിനെ പ്രിസിപിറ്റേഷൻ ടൈട്രേഷൻ വഴി എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പൊ ഇലക്ട്രോലൈസിസിന് മുമ്പ് നമ്മൾ അറിയാവുന്ന കോൺസെൻട്രേഷനുള്ള സൊല്യൂഷൻ ആണ് അപ്പാരറ്റസിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇലക്ട്രോലൈസിസിന് മുമ്പ് അതിനകത്ത് എത്ര സിൽവർ അയോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇലക്ട്രോലൈസിസിന് ശേഷം നമ്മൾ പ്രിസിപിറ്റേഷൻ ടൈട്രേഷൻ വഴി ആ ആനോഡ് കമ്പാർട്ട്മെന്റിൽ എത്രത്തോളം സിൽവർ അയോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ ആനോഡ് കമ്പാർട്ട്മെന്റിലുള്ള fall in concentration ഓഫ് സിൽവർ അയോൺസ് കിട്ടും. അതേ സമയം തന്നെ കൂളോമീറ്ററിലുള്ള കാഥോഡിലും സിൽവർ അയോൺസ് ഡെപ്പോസിറ്റ് ചെയ്യും. ആ സിൽവർ അയോൺസിന്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കുന്നത് ആ കൂളോമീറ്ററിലുള്ള ഇലക്ട്രോഡ്സിന്റെ വെയിറ്റ് ഇലക്ട്രോളിസിസിന് മുമ്പും ഇലക്ട്രോളിസിസിന് ശേഷവും കണ്ടുപിടിക്കുക. ആ ഡിഫറൻസ് ഇൻ വെയിറ്റ് ആയിരിക്കും കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന സിൽവറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അത് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. അതായത് എമൗണ്ട് ഓഫ് സിൽവർ deposited at വോൾട്ടാമീറ്റർ അല്ലെങ്കിൽ കൂളോമീറ്റർ Z ഗ്രാം എന്നെടുക്കുന്നു. അതായത് ഇലക്ട്രോളിസിസിന് മുമ്പും ഇലക്ട്രോളിസിസിന് ശേഷവുമുള്ള കാഥോഡിന്റെ വെയിറ്റ് എടുത്തിട്ട് അതിന്റെ വെയിറ്റ് ഡിഫറൻസ് എടുക്കുമ്പോൾ Z ഗ്രാം കിട്ടും. ഇനി എമൗണ്ട് ഓഫ് സിൽവർ ഇൻ ആനോഡ് കമ്പാർട്ട്മെന്റ് ബിഫോർ ഇലക്ട്രോളിസിസ് is equal to X ഗ്രാം. അതായത് അത് നമ്മൾ അതിനകത്ത് ഒഴിക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷനിൽ നിന്നും എത്ര സിൽവർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് X ഗ്രാം. ഇനി എമൗണ്ട് ഓഫ് സിൽവർ ഇൻ ദ ആനോഡ് കമ്പാർട്ട്മെന്റ് ആഫ്റ്റർ ഇലക്ട്രോളിസിസിന് ശേഷം. അപ്പൊ ഇലക്ട്രോളിസിസിന് ശേഷം അത് കുറവായിരിക്കും. ആ എമൗണ്ട് എന്ന് പറയുന്നത് Y ഗ്രാം ആണ്. അത് നമ്മൾ പ്രിസിപിറ്റേഷൻ ടൈട്രേഷൻ വഴി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ആനോഡിന്റെ കമ്പാർട്ട്മെന്റിൽ ഇലക്ട്രോളിസിസിന് മുമ്പ് X ഗ്രാം ഉണ്ട്, അത് കൂടുതലായിരിക്കും. ഇലക്ട്രോളിസിസിന് ശേഷം Y ഗ്രാം ഉണ്ട്, അത് കുറവായിരിക്കും. അപ്പൊ fall in concentration around ആനോഡ്, fall in concentration around ആനോഡ് ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് X മൈനസ് Y ഗ്രാം ആയിരിക്കും. അപ്പൊ fall in concentration around ആനോഡ് കിട്ടി. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സിൽവർ ഡെപ്പോസിറ്റഡ് ഇൻ ദ വോൾട്ടിമീറ്റർ കിട്ടി, അത് Z ഗ്രാം ആണ്.
അപ്പൊ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് നമ്പർ കിട്ടും. അപ്പൊ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് കാറ്റയോൺ T plus is equal to fall in concentration around anode divided by amount of silver deposited in the voltmeter, that is x minus y divided by z gram. അതാണ് ട്രാൻസ്പോർട്ട് നമ്പർ T plus എന്ന് പറയുന്നത്. അപ്പൊ T plus കണ്ടുപിടിക്കാം എങ്കിൽ നമുക്ക് ഇത് T plus എന്ന് പറയുന്നത് സിൽവർ അയോൺസിന്റെ ട്രാൻസ്പോർട്ട് നമ്പർ ആണ്, ദാറ്റ് ഈസ് TAg പ്ലസ്. അപ്പൊ അതറിയാമെങ്കിൽ നമുക്ക് നൈട്രേറ്റ് അയോണിന്റെ ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും, ദാറ്റ് ഈസ് TAg പ്ലസ് പ്ലസ് TNO3 മൈനസ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ TNO3 മൈനസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് TAg പ്ലസ് ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് സിൽവർ അയോൺസിന്റെയും നൈട്രേറ്റ് അയോൺസിന്റെയും ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇനി ഇതേ അപ്പാരറ്റസിൽ തന്നെ സിൽവർ ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കാൽക്കുലേഷൻ അല്പം ഡിഫറെന്റ് ആണ്. അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹിറ്റോക്സ് അപ്പാരറ്റസിൽ സിൽവർ ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആനോഡ് കമ്പാർട്ട്മെന്റിലാണ് സിൽവർ അയോൺസ് ഉള്ളത്. അപ്പൊ ആനോഡ് കമ്പാർട്ട്മെന്റിൽ സിൽവർ അയോൺസ് ആനോഡ് കമ്പാർട്ട്മെന്റിൽ നിന്ന് ദൂരേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ അവിടെ ഓക്സിഡേഷൻ നടക്കുകയും ചെയ്യും. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നൈട്രേറ്റ് അയോണിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പൊ സിൽവർ അയോൺസ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സിൽ നിന്ന് ദൂരേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യും. അതേസമയം നമ്മൾ സിൽവർ ഇലക്ട്രോഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നടക്കാൻ ചാൻസ് ഉള്ള രണ്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഓഫ് നൈട്രേറ്റ് അയോണും സിൽവർ അയണിന്റെ ഓക്സിഡേഷനുമാണ്. അതായത് സിൽവറിന് ഓക്സിഡേഷൻ നടന്നിട്ട് Ag gives Ag++1 ഇലക്ട്രോൺ ആയിട്ട് മാറും. അതായത് Ag+ അയോൺസ് സൊല്യൂഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ആ റിയാക്ഷൻ അവിടെ നടക്കും. നൈട്രേറ്റിന്റെ ഡിസ്ചാർജ് നടക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ എളുപ്പമാണ് സിൽവർ അയോൺസിന്റെ ഓക്സിഡേഷൻ നടക്കുന്നത്. അതിന്റെ ഫലമായിട്ട് സിൽവർ ഇലക്ട്രോഡ്സ് ആണ് ആനോഡായിട്ടും കാഥോഡായിട്ടും യൂസ് ചെയ്യുന്നതെങ്കിൽ ആനോഡ് കമ്പാർട്ട്മെന്റിൽ സിൽവറിന്റെ ഓക്സിഡേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് സിൽവർ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അതായത് അവിടെ ഓൾറെഡി ഉള്ള സിൽവർ അയോൺസിന്റെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്, അത് x ആണ്. അത് കൂടാതെ സിൽവർ ഇലക്ട്രോഡിന് ഓക്സിഡേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് കൂടുതൽ സിൽവർ അയോൺസ് സൊല്യൂഷനിലേക്ക് വരും. അതിന്റെ ഫലമായിട്ട് ആനോഡ് കമ്പാർട്ട്മെന്റിൽ സിൽവർ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പം ആ സൊല്യൂഷനിൽ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ ബിഫോർ ഇലക്ട്രോളിസിന് മുമ്പുള്ള സിൽവർ അയോൺസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അല്പം കൂടുതലായിരിക്കും. അപ്പൊ ഇതേ കറണ്ട് ആണ് കൂളോമീറ്ററിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ സിൽവറിന് എത്രത്തോളം ഓക്സിഡേഷൻ നടക്കുന്നോ അല്ലെങ്കിൽ എത്രത്തോളം സൊല്യൂഷനിലേക്ക് സിൽവർ അയോൺസ് പോകുന്നോ അത്രത്തോളം സിൽവർ കൂളോമീറ്ററിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോഴേ നമുക്ക് പറയാം എമൗണ്ട് ഓഫ് സിൽവർ deposited in voltmeter is equal to Z gram. അതേ എമൗണ്ട് സിൽവർ ആനോഡില് ഓക്സിഡേഷന്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എമൗണ്ട് ഓഫ് സിൽവർ ഡിസോൾഡ് ഇൻ ദ ആനോഡ് കമ്പാർട്ട്മെന്റ്, എമൗണ്ട് ഓഫ് സിൽവർ ഡിസോൾഡ് ഇൻ ആനോഡ് കമ്പാർട്ട്മെന്റ് ഈസ് ഓൾസോ Z gram. അതായത് കൂളോമീറ്ററിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് Z gram ആണ്. അത്രയും തന്നെ ആനോഡിൽ ഓക്സിഡേഷന്റെ ഫലമായിട്ട് സൊല്യൂഷനിലേക്ക് പോകും. നമ്മൾ ആ ഹിറ്റോക്സ് അപ്പാരറ്റസിൽ ഫില്ല് ചെയ്യുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷനകത്ത് x ഉണ്ട്. അപ്പൊ എമൗണ്ട് ഓഫ് സിൽവർ ഇൻ ദ ആനോഡ് കമ്പാർട്ട്മെന്റ് ബിഫോർ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ആ സൊല്യൂഷനിൽ ഓൾറെഡി ഉള്ള x ഗ്രാമും ഈ ഡിസോൾവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന Z ഗ്രാമും കൂടെ കൂട്ടുന്നതായിരിക്കും. അപ്പൊ എമൗണ്ട് ഓഫ് സിൽവർ ഇൻ ദ ആനോഡ് കമ്പാർട്ട്മെന്റ് ബിഫോർ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് x ഗ്രാം ഓൾറെഡി ഉണ്ട്, അതിന്റെ കൂടെ ഡിസോൾവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുള്ള Z ഗ്രാം കൂടെ കൂടുമ്പോൾ x പ്ലസ് Z ഗ്രാം ആയിട്ട് മാറും. ഇനി ആനോഡ് കമ്പാർട്ട്മെന്റിൽ ഇലക്ട്രോളിസിന് ശേഷമുള്ള സിൽവറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് y ഗ്രാം ആണ്. അപ്പം എമൗണ്ട് ഓഫ് സിൽവർ in anode compartment after electrolysis അത് നേരത്തെ പോലെ തന്നെ y ആണ്, that is equal to y gram. അപ്പൊ fall in concentration around anode, fall in concentration
അറൗണ്ട് ആനോഡ് ഈക്വൽ ടു ഇതിന്റെ എമൗണ്ട് ബിഫോർ ഇലക്ട്രോളിസിസ് എക്സ് പ്ലസ് ഇസഡ് ഗ്രാം ആണ്. അതിൽ നിന്ന് y ഗ്രാം മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഇസഡ് മൈനസ് y അത്രയും ഗ്രാം ആണ്. അപ്പൊ എമൗണ്ട് ഓഫ് സിൽവർ ഡെപ്പോസിറ്റഡ് ഇൻ ദ വോൾട്ടമീറ്റർ ഇസഡ് ഗ്രാം ആണ്. അപ്പൊ ട്രാൻസ്പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ടി പ്ലസ് ഓഫ് എ ജി പ്ലസ് എന്ന് പറയുന്നത് fall in concentration around anode, that is x plus z minus y gram divided by amount of silver deposited in the voltmeter, that is z gram ആണ്. അപ്പൊ നൈട്രേറ്റ് അയണിന്റെ ട്രാൻസ്പോർട്ട് നമ്പർ that is TNO3 minus is equal to 1 minus TAg plus ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ വഴി നൈട്രേറ്റ് അയോണിന്റെ ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കാം. അപ്പൊ സിൽവർ അയോൺസിന്റെ ട്രാൻസ്പോർട്ട് നമ്പർ ഇതുവഴി കണ്ടുപിടിക്കാം. അപ്പൊ ഇത്രയാണ് ഹിറ്റോസ് അപ്പാരറ്റസ് അല്ലെങ്കിൽ ഹിറ്റോസ് മെത്തേഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കാനുള്ള അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് മൂവിംഗ് ബൗണ്ടറി മെത്തേഡ് ആണ്. അപ്പൊ ഈ ഒരു മെത്തേഡില് അയോൺസിന്റെ മൂവ്മെന്റ് ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അയോൺസിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മൂവ്മെന്റ് ഓഫ് അയോൺസ് under the application of a potential difference is observed. അപ്പോൾ ഇതിന്റെ apparatus എന്ന് പറയുന്നത് it consists of a vertical glass tube or vertical tube and it is filled with cadmium chloride fill ചെയ്യും and HCl ഇതിനകത്ത് ബാക്കി റിമൈനിങ് പോർഷനിൽ HCl fill ചെയ്യും. HCl is filled in such way that boundary between the cadmium chloride and HCl is clearly visible. അതായത് HCl ഫില്ല് ചെയ്യുമ്പോൾ HCl കാഡ്മിയം ക്ലോറൈഡും തമ്മിലുള്ള ബൗണ്ടറി ക്ലിയർ ആയിട്ട് വിസിബിൾ ആകുന്ന തരത്തിലാണ് HCl ഫില്ല് ചെയ്യുന്നത്. ഇവിടുത്തെ കാഥോഡ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റിനം വയറാണ് കാഥോഡ് എന്ന് പറയുന്നത്. ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് കാഡ്മിയം റോഡാണ് ആനോഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കാഡ്മിയം ആനോഡിന് ഓക്സിഡേഷൻ സംഭവിക്കും. സംഭവിച്ചിട്ട് CD2++2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അപ്പൊ അതേസമയം പ്ലാറ്റിനം വയറിൽ റിഡക്ഷൻ സംഭവിക്കും. അപ്പൊ അവിടെ പ്ലാറ്റിനം വയറിലേക്ക് മൂവ് ചെയ്യുന്നത് H+ അയോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ കാഥോഡില് H+ അയോൺസിന് റിഡക്ഷൻ സംഭവിക്കും. 2H+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് H2 ആയിട്ട് മാറും. അപ്പൊ ഈ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് H+ ഈ സൊല്യൂഷൻ കൂടി മുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള Cl അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെയുള്ള Cl അവിടെ തന്നെ ഇരിക്കുകയാണ്. H+ ഇവിടെ ഒരു H+ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു H+ ഉണ്ടായിരുന്നു. ആ H+ രണ്ടും മുകളിലേക്ക് പോകും. H+ അയോൺസ് ഈ ഒരു പൊസിഷനിലേക്ക് പോകും. അപ്പൊ ഇവിടെ രണ്ട് H+ ഡിസ്ചാർജ് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറി. അപ്പൊ അതിന്റെ സ്ഥാനത്തേക്ക് രണ്ട് H+ പോകും. അപ്പൊ ഇവിടെ രണ്ട് Cl- വരും. അപ്പൊ ആ Cl- വരുമ്പോൾ H+ന്റെ സ്ഥാനം വേക്കന്റ് ആണ്. അവിടെ എന്ത് ചെയ്യും? ഈ കാഡ്മിയത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചതിന്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത കാഡ്മിയം അയോൺസ് അതായത് CD2+ ആ സ്ഥാനത്ത് വരും. അതായത് H+ ഒക്കുപ്പൈ മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വേക്കന്റ് ആയ സ്ഥാനത്ത് CD2+ വരും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇവിടെയുള്ള സൊല്യൂഷന്റെ H+ മുകളിലേക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ പർട്ടിക്കുലർ കറന്റ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ബൗണ്ടറി ബിറ്റ്വീൻ ദ HCl ആൻഡ് കാഡ്മിയം ക്ലോറൈഡ് മൂവ്സ് അപ്വേർഡ് ബൈ എ ഡിസ്റ്റൻസ് L. ഇത് തമ്മിലുള്ള ബൗണ്ടറി L ഡിസ്റ്റൻസ് മുകളിലേക്ക് മൂവ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് അത്രയും വോളിയം ഓഫ് സബ്സ്റ്റൻസ് ആണ് മുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ വോളിയം ഓഫ് H+ മൂവ്സ് അപ്വേർഡ്. അപ്പം വോളിയം ഓഫ് H+ മൂവ് അപ്വേർഡ് is equal to L into A സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ അത്രയും വോളിയം മുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ ആ സ്ഥാനത്ത് കാഡ്മിയം ക്ലോറൈഡ് ആണ് ആ സ്ഥാനത്തേക്ക് വരുന്നത്. ഇനി ഇത്രയും H+ മുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ H+ ആണ് മുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. H+ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. കറണ്ട് അത്രയും കറണ്ട് ആണ് മുകളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അത്രയും H+ ആണ് മുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ മുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന H+ന്റെ ഗ്രാം ഈക്വലന്റ് എന്ന് പറയുന്നത് ഗ്രാം ഈക്വലന്റ് ഓഫ് H+ is
move upward is equal to L into A into C by 1000. C എന്ന് പറയുന്നത് concentration of H plus ions in gram equivalent per liter ആണ്. C is the concentration of H plus ions in gram equivalent per liter. അപ്പൊ അത്രയും അത്രയും ഗ്രാം ഈക്വലന്റ് H പ്ലസ് മൈഗ്രേറ്റ് ചെയ്യുക. അതിന്റെ അർത്ഥം അത്രയും കറണ്ട് ആണ് അത് ക്യാരി ചെയ്യുന്നത്. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ക്യാരിഡ് ബൈ ദ H പ്ലസ് അയോൺസ് എന്ന് പറയുന്നത് ഇത്രയും ഫാരഡേ ആണ്. അത്രയും ഗ്രാം ഈക്വലന്റ്, അത്രയും ഫാരഡേ ആണ് കറണ്ട് മുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി മൂവ് അപ്വേർഡ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് മൂവ് അപ്വേർഡ്സ് is equal to L into A into C divided by 1000 ഫാരഡേ ആണ്. അതേസമയം തന്നെ കൂളോമീറ്ററിലും സെയിം ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് Q എമൗണ്ട് ഓഫ് കറണ്ട് അതിൽ കൂടിയും ഫ്ലോ ചെയ്യും. ഇത്രയും എമൗണ്ട് ഓഫ് കറണ്ട് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് കറണ്ട് കൂളോമീറ്ററിലും ഫ്ലോ ചെയ്യും. അപ്പോൾ ട്രാൻസ്പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് H പ്ലസ് എന്ന് പറയുന്നത് നമ്മളിവിടെ H പ്ലസിന്റെ മൊബിലിറ്റി ആണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് H പ്ലസിന്റെ ട്രാൻസ്പോർട്ട് നമ്പർ ആണ്. അപ്പൊ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് H പ്ലസ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ക്യാരിഡ് ബൈ H പ്ലസ് അയോൺസ്. അപ്പൊ H പ്ലസ് അയോൺസ് ക്യാരി ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ദാറ്റ് ഈസ് L into A into C divided by 1000 ഫാരഡേ ഡിവൈഡഡ് ബൈ കൂളോമീറ്ററിൽ കടന്നു പോകുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് Q ഫാരഡേ ആണ്. divided by Q Faraday. Faraday cancel ആയിപ്പോയി. That is equal to L into A into C divided by 1000 Q ആണ്. or L into A എന്ന് പറയുന്നത് വോളിയം ആണ്. V into C divided by 1000 Q ആണ്. അപ്പൊ ഈ ഇക്വേഷൻ വഴി നമുക്ക് H പ്ലസ് അയോൺസിന്റെ ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ബോയിങ് ബൗണ്ടറി മെത്തേഡ് എന്ന് പറയുന്നത്.